ESA വിഷയത്തിൽ മുൻ LDF സർക്കാരിനെതിരെ ആരോപണവുമായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ESA പ്രദേശങ്ങൾ നിജപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ഇടതുപക്ഷ സർക്കാർ സമർപ്പിച്ച ശുപാർശകളിൽ വ്യക്തതയില്ലാത്തതിനാലാണ് കേന്ദ്ര സർക്കാർ അത് തള്ളിയതെന്നാണ് റിപ്പോർട്ടുകളെന്ന് MP പറഞ്ഞു. ഈ വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാർ കേന്ദ്രത്തിന് ആവശ്യമായ രേഖകളും വിശദീകരണങ്ങളും നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം. ESA പ്രദേശങ്ങൾ നിജപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ഇടതുപക്ഷ ഗവൺമെന്റ് സമർപ്പിച്ച ചില ശുപാർശകൾ കേന്ദ്ര സർക്കാർ തള്ളി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് മുൻപ് UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ സമർപ്പിച്ച ഡ്രാഫ്റ്റ് പ്രപ്പോസൽ, ആ ഡ്രാഫ്റ്റ് പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ 9993.9 ആയിരുന്നു കേരളത്തിന്റെ ESA. എന്നാൽ കേരളത്തിന്റെ ആ ശുപാർശ ചെയ്യപ്പെട്ട ESAയിൽ നിന്ന് കുറച്ചുകൂടി ഭാഗം, ഏതാണ്ട് 1500 സ്ക്വയർ കിലോമീറ്റർ ഭാഗം കൂടി ഒഴിവാക്കണം എന്ന തരത്തിൽ മുമ്പ് ഇടതുപക്ഷ ഗവൺമെന്റ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനെ അനുകൂലിച്ചവരാണ്. ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും എത്രയായാലും ESAയിൽ വരരുത് എന്നുള്ളത് തന്നെയാണ് UDFന്റെ നിലപാട്. ഞങ്ങൾ MP-മാരെല്ലാവരും അതിനെ അനുകൂലിച്ചവരാണ്. പക്ഷെ അതിനനുസരിച്ച് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നൽകാൻ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടു പോയെടുത്താണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ശുപാർശകൾ കേന്ദ്ര സർക്കാർ തള്ളിയിട്ടുണ്ടാവാൻ സാധ്യത.